അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാൻ ഇതാ ഒരു പുതിയ മാതൃക. പയ്യന്നൂർ നഗരസഭ ഒരുക്കിയ അജൈവ മാലിന്യ സംഭരണ കേന്ദ്രമാണിത്. പയ്യന്നൂരിൽ 3 ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. 10 ടിപ്പറിൽ ഉൾക്കൊള്ളാവുന്ന മാലിന്യങ്ങളാണ് ഇതിൽ ശേഖരിക്കാനാവുക എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അജൈവ മാലിന്യം സംഭരിക്കാൻ ഇതാ ഒരു പുതിയ മാതൃക. പയ്യന്നൂർ നഗരസഭ ഒരുക്കിയ കണ്ടെയ്നർ മാലിന്യ സംഭരണ കേന്ദ്രമാണിത്. 10 ടിപ്പർ ലോറി അജൈവ മാലിന്യം ഇതിൽ സംഭരിക്കാം. റോഡരികിൽ ലഭ്യമായ സ്ഥലത്ത് സുരക്ഷിതമായി സ്ഥാപിക്കാം. കെട്ടിടം പണിയുമ്പോൾ അനുമതി ലഭിക്കാൻ കാലതാമസം വരുന്നതും ഒഴിവാക്കാം. പയ്യന്നൂരിലെ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗം, കോത്തായിമുക്ക്, കാനായി എന്നിവിടങ്ങളിലാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നത്. 12 മീറ്റർ നീളവും 2.5 മീറ്റർ വീതിയും 2.5 മീറ്റർ ഉയരവുമുണ്ട്. 4.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. 46 വാർഡുകളിലെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യം മൂരിക്കോലിലെ MCFലാണ് എത്തിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ എത്തിക്കാൻ ദൂരം പ്രയാസമായതിനാലാണ് ഇത്തരമൊരു ആശയം ഉയർന്നുവന്നത്. നഗരസഭ പരിധിയിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും നിന്ന് ഹരിതകർമ്മസേന അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കും. ഇവ സുരക്ഷിതമായി സംഭരിച്ച് പുനരുപയോഗ യൂണിറ്റുകളിലേക്ക് മാറ്റുന്നതിനാണ് കണ്ടെയ്നർ MCF ഉപയോഗിക്കുന്നത്. പയ്യന്നൂർ നഗരസഭയിൽ 3 സ്ഥലത്താണ് ഇപ്പോൾ കണ്ടെയ്നർ MCF നഗരസഭ സ്ഥാപിച്ചിട്ടുള്ളത്. ഒന്ന് ദേശീയപാതയിൽ പെൻഡ് ഹോട്ടലിൻ്റെ മുൻവശത്തായിട്ട്, ഒരെണ്ണം പയ്യന്നൂർ നഗരത്തിൽ തന്നെ പുതിയ ബസ് സ്റ്റാൻഡ് റോഡിൻ്റെ പരിസരത്ത് ഒരെണ്ണം ഓറോം വില്ലേജിലെ കാനായിലുമാണ് 3 കണ്ടെയ്നർ MCF സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് ഒരു കണ്ടെയ്നർ MCF തന്നെ ഏതാണ്ട് 12 ടിപ്പർ ലോറിയിൽ ഉൾക്കൊള്ളുന്ന അത്രയും മാലിന്യങ്ങൾ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ് കണ്ടെയ്നർ MCF എന്ന് പറയുന്നത്. നമുക്കറിയാം, പയ്യന്നൂർ നഗരസഭ കേരളത്തിലെ ഏറ്റവും വലിയ നഗരസഭയാണ്. അതിൻ്റെ വലിപ്പം കൊണ്ടെല്ലാം വലിയ നഗരസഭയാണ്. ദിനംപ്രതി ടൺ കണക്കിന് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന നിലയും പയ്യന്നൂരുണ്ട്. ആ ശേഖരിക്കുന്ന മാലിന്യങ്ങളൊക്കെ ഇപ്പോൾ പയ്യന്നൂർ മൂരിക്കോയിലുള്ള ട്രെഞ്ചിങ് ഗ്രൗണ്ടിലാണ് കേന്ദ്രീകരിച്ച് അത് കൊണ്ടിടുന്നത്. അതിൻ്റെ കൂടി ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ വികേന്ദ്രീകരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് 3 വില്ലേജുകളിലായിട്ട്, വെള്ളൂർ, പയ്യന്നൂർ, കോറം വില്ലേജുകളിലായിട്ട് ഇങ്ങനൊരു കണ്ടെയ്നർ MCF ഞങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ നെറ്റ്വർക്ക് ചാനലിലെ പ്രേക്ഷകരോട് നഗരസഭയ്ക്ക് പറയാനുള്ളത്, വ്യക്തി ശുചിത്വം പോലെ തന്നെ സാമൂഹ്യ ശുചിത്വവും ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ നഗരസഭ കൈക്കൊള്ളുമ്പോൾ അതിൻ്റെ കൂടെ ഈ നാടാകെ ഉണ്ടാവണം എന്നത് കൂടിയാണ്. പ്ലാസ്റ്റിക് മാലിന്യവും മറ്റു മാലിന്യങ്ങളും ഒന്നും വലിച്ചെറിയാതെ അതെല്ലാം യഥാവിധി സൂക്ഷിക്കുകയും ആവശ്യാനുസരണം അത് ഡിസ്പോസ് ചെയ്യുകയും ചെയ്യുന്നതിനൊക്കെ നമുക്ക് കാര്യങ്ങളെ മാറാൻ സാധിക്കേണ്ടതുണ്ട്. ഒരു മികച്ച ശുചിത്വമുള്ള പയ്യന്നൂരിനെ വാർത്തെടുക്കാൻ നമുക്കെല്ലാം ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കണം എന്നതുകൂടി പറയുകയാണ്. മാലിന്യ ശേഖരണത്തിന് പയ്യന്നൂർ നഗരസഭ ഒരുക്കിയ ഈ കണ്ടെയ്നർ മാതൃക അഭിനന്ദനാർഹം തന്നെയാണ്. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.